നമ്മുടെ ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് മാംഗോ മൂസ് റെസിപ്പിയുമായിട്ടാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഡിസേർട്ട് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് മാംഗോ മൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാംഗോ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് 2.5 കപ്പ്, ഷുഗർ 1/4 കപ്പ്, വിപ്പിംഗ് ക്രീം 1 കപ്പ്, പിന്നെ ജലാറ്റിൻ 2 ടേബിൾ സ്പൂൺ, പിന്നെ വേണ്ടത് 1.5 കപ്പ് വെള്ളം, ഒരു പിഞ്ച് സോൾട്ട്. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാംഗോ ചെറുതായി സ്ക്വയർ ഷേപ്പിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് മാംഗോ പൾപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ ക്യൂബ്സ് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് നമുക്ക് പൾപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ജലാറ്റിൻ ഒന്ന് സോക്ക് ചെയ്തെടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെള്ളം, തണുത്ത വെള്ളം അതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് ആക്കിയിട്ട് നമ്മുടെ ജലാറ്റിൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കാം. ജലാറ്റിൻ നന്നായിട്ട് ഇതിനകത്ത് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇതൊന്ന് കൂൾ ഡൗൺ ആകാൻ വെക്കാം. ചെറുതായിട്ട് ഇത് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്, ചൂടാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം കുറച്ച് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഒന്നിച്ച് ചേർക്കരുത്, ബാച്ചായിട്ട് ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ബാച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനി ഒരു ചെറിയ പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ബ്ലെൻഡർ ഇല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ റെഡി ആയിട്ടിരിക്കുന്ന പൾപ്പ് ഇനി മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മോൾഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള പാത്രങ്ങൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം.
നമ്മുടെ മോൾഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5-6 മണിക്കൂർ നേരത്തേക്ക് റെഫ്രിജറേറ്ററിൽ വെക്കാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ നോർമൽ ഏരിയയിൽ വേണം വെക്കാൻ. നമ്മുടെ മാംഗോ മൂസ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. 5 മണിക്കൂർ റെഫ്രിജറേറ്ററിൽ ഇരുന്നതിന് ശേഷമാണ് ഇതെടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ പീസസും കൂടെ വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. നല്ല അടിപൊളി ലുക്കിൽ റെഡി ആയിട്ടുണ്ട്.